11 വർഷത്തെ പിണക്കം മാറ്റി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി. മന്നം ജയന്തി ആഘോഷ ഉദ്ഘാടനത്തിനായി എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഊഷ്മള വരവേൽപ്പാണ് NSS നൽകിയത്. രമേശ് NSSന്റെ പുത്രനാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയുമായുള്ള ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പൊതുജീവിതവും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നും എൻ്റെ മനസ്സിൽ അത് പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി G. സുകുമാരൻ നായരും പെരുന്നയെക്കുറിച്ച് വികാരാധീനനായി രമേശ് ചെന്നിത്തലയും ഇന്ന് വേദിയിൽ കണ്ടു. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് എന്തൊക്കെ സംഭവിച്ചു വേദിയിൽ? ജിൽസി, ഊഷ്മളമായ സ്വീകരണമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് NSS ആസ്ഥാനത്ത് ലഭിച്ചത്. രാവിലെ NSS ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. അവിടെ 1 മണിക്കൂറോളം നേരം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പിന്നീട് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത്. രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയായിരുന്നു G. സുകുമാരൻ നായരുടെ പ്രസംഗം. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു മുദ്രയിലല്ല രമേശ് ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഏറ്റവും അർഹനായ ആളാണ്. നേരത്തെ അറ്റോർണി ജനറൽ പിൻവാങ്ങിയ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അറ്റോർണി ജനറലിനേക്കാളും ഉയർന്ന സ്ഥാനീയനായ ആളാണ് രമേശ് ചെന്നിത്തല എന്നും രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണ് എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറുപടി പ്രസംഗത്തിൽ NSS ജനറൽ സെക്രട്ടറിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. മന്നത്ത് പത്മനാഭന്റെ അദൃശ്യമായ ഊന്നുവടി G. സുകുമാരൻ നായരുടെ പക്കലുണ്ട്. അതുകൊണ്ട് ശത്രുക്കളെയും എതിർക്കുവാനും സമുദായത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നുവെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. NSSുമായുള്ള ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. 2013 താക്കോൽ സ്ഥാന പ്രസ്താവനയിലൂടെയാണ് NSSും G. സുകുമാരൻ നായരും ആയി രമേശ് ചെന്നിത്തല അകന്നത്. എന്തായാലും വീണ്ടും NSS നേതൃത്വം ചെന്നിത്തലയെ ചേർത്ത് പിടിക്കുന്നതിലൂടെ UDFനും കോൺഗ്രസിനും വ്യക്തമായ സന്ദേശം നൽകുകയാണ് NSS നേതൃത്വം. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.